ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ അതേ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല ആവി പറക്കുന്ന ബ്രെഡും അതുപോലെ തന്നെ ഒട്ടും ക്രീമൊന്നും ചേർക്കാത്ത നല്ല ക്രീമി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പിയായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് ഒരു 1/2 കിലോ മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു മട്ടൻ ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മട്ടന് ഒരുപാട് വെന്തുടയാതെ നോക്കണം. ഒരു 1/4 ഭാഗമൊക്കെ വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇനി അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവാള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിലേക്ക് ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ ഒരു സ്റ്റൂവിൽ മെയിനായിട്ട് എരിവിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കണം. മട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെന്തുടയരുത്. ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവുന്ന അത്ര ടൈം ഇതിലേക്ക് എടുക്കുന്ന ചെറിയൊരു വേവും കൂടെ ഉണ്ട്. ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്, എന്നാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയുടെ 2ആം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒട്ടും വെള്ളം ഒഴിക്കാതെ പാലെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചിട്ടുള്ളതാണ് ഈ ഒരു 2ആം പാൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 1 കപ്പ് തേങ്ങയുടെ 2ആം പാൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ മട്ടനും പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിലത്തെ പൊട്ടറ്റൊക്കെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കാഷ്യൂനട്ട് അരച്ചത് ഒഴിക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ക്രീമിനെസ് കിട്ടാനായിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കുമ്പം കറി നല്ല തിക്കായിട്ടും അതുപോലെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കും. ഇനി ഈ മിക്സർ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറി നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ അതേ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1ആം പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1ആം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. ഒന്ന് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1-2 സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിടണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറി ഫുള്ള് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കണം. ഇനി ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്കൊരു 5-6 കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ഉള്ളി വറവിട്ടും കൂടെ ഒഴിക്കുമ്പോഴാണ് ആ കറി നല്ല പെർഫെക്റ്റായിട്ട് വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനിത് ഇപ്പുറത്തെ സൈഡിൽ
ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവട്ടെ. ബ്രെഡ് കണ്ടില്ല, നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഈ ഒരു സ്റ്റീം ചെയ്ത ബ്രെഡും ഈ ഒരു മട്ടൺ സ്റ്റൂ ഉണ്ടല്ലോ, നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ആ ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.